ശ്രീ കെ അനിൽകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് ദുരന്തബാധിതർക്കായി നമ്മൾ കണ്ടു. ഇതാ മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും വലിയ രീതിയിലുള്ള ക്രമക്കേട്. 22,000 രൂപയുടെ ഭൂമി 1,20,000 രൂപയ്ക്കാണ് വാങ്ങുന്നത് സെന്റിന്. ഇതിന്റെ രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന്റെ ഭൂമിയാണ്. അതാണ് ഈ ദുരന്തബാധിതർക്കായി പിരിച്ച പണം ഉപയോഗിച്ച് ലീഗ് വാങ്ങിയിരിക്കുന്നത്. എന്താണ് ഇതിൽ വഴി ബോധ്യമാകുന്നത് ശ്രീ കെ അനിൽകുമാർ? മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും നടത്തിയിട്ടുള്ള വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, യൂത്ത് കോൺഗ്രസും ഈ പണം പിരിച്ചെടുത്തിട്ട് അത് കൃത്യമായ അക്കാര്യങ്ങൾക്ക് ചെലവഴിക്കാതെ സ്വകാര്യമായി അപഹരിക്കുന്ന നിലയാണ് ഓരോ സ്ഥലങ്ങളിലും അതിന്റെ നേതാക്കൾ സ്വീകരിച്ചത്. അത് നേതാക്കളായി ആകെ നടത്തിയ തട്ടിപ്പാണ്. 2010 പ്രളയകാലത്ത് 1000 വീട്, എല്ലാവരും അതിന് പണം പിരിച്ചു, വീട് വെച്ചില്ല, പണം കൊടുത്തില്ല. ഒരു നേതാവിനും മറ്റൊരു നേതാവിനെ കുറിച്ച് പരാതിയില്ല. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ? യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടും കോടിക്കണക്കിന് രൂപ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ട് കൃത്യമായിട്ടത് അടയ്ക്കാതെ ആ ഫണ്ട് ദുരുപയോഗം ചെയ്ത അനുഭവം വ്യക്തിപരമായി നേതാക്കൾ നടത്തുകയും അത് മൂടി വെക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കപ്പെട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വസ്തുതകൾ പുറത്തു വരുമായിരുന്നില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ തട്ടിപ്പിനെ കുറിച്ച് KPCCക്ക് പരാതിപ്പെട്ടാൽ KPCC അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് 1000 വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യം. യഥാർത്ഥത്തിൽ ലീഗിന്റെ വിഷയം എന്താ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോടിക്കണക്കിന് രൂപ വയനാടുമായി ബന്ധപ്പെട്ട് പണം ശേഖരിച്ചു. അവർ സർക്കാരുമായി സഹകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പ് കൊടുത്തു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്ക് പണം വന്നത്. ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ച് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പണം വന്നത്. അവസാനം സർക്കാരിന് പണം നൽകാൻ തയ്യാറായില്ല. സർക്കാരിന് ഡിവൈഎസ്ഐ ചെയ്ത പോലെ പണം നൽകിയാൽ ഈ തട്ടിപ്പ് നടക്കില്ല. ഡിവൈഎസ്ഐക്കാർ 20 കോടി രൂപ സർക്കാരിന് നൽകി. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐയുടെ ചെലവിലുള്ള വീടുകളോടെ നിർമ്മിക്കപ്പെടും. കോൺഗ്രസും ലീഗും എന്താ ചെയ്യാത്തത്? കോൺഗ്രസും ലീഗും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തട്ടിപ്പ് നടത്താനാവില്ല. ഈ പണം ഏതെങ്കിലും ഒരു മൊയ്തുവോ ഒരു ബഷീറോ മാത്രം അപഹരിച്ചു എന്ന് ധരിക്കാനാവില്ല. ഈ പണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി എന്ന നിലയ്ക്ക് അറിഞ്ഞു നടത്തിയ കൊള്ളയാണ്. ആ പണം ഉപയോഗിച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ലീഗ് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വയനാട്ടിൽ മരിച്ചു വീണ മനുഷ്യന്റെ ഓരോ ജീവകലങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ശരീര ശകലങ്ങളെയും ഉപയോഗിച്ച് അത് വിറ്റ് അതിന്റെ പേരിൽ പണം ശേഖരിച്ച് അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ സജ്ജമാകുന്ന ഒരു ലീഗിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും വിദ്വേഷകരമായ ഒരു നിലയാണ് ഇതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ലീഗിന്റെ വ്യക്തിപരമായ നേതാക്കളുടെ പിഴവല്ല, ആ പ്രസ്ഥാനം അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് 10 കോടി രൂപ ചന്ദ്രികയുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ നമ്മൾ പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ഒരു മന്ത്രിയാണ് വ്യക്തിപരമായി പറയുന്നതെങ്കിൽ മന്ത്രി വ്യക്തിപരമായിട്ടല്ല. അതുകൊണ്ട് ചന്ദ്രികയുടെ അതിന്റെ ചുമതലക്കാരനായ പാണക്കാട്ട് തങ്ങളെ EDയുടെ പക്കൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ലജ്ജാകരമായ മൗനം RSSനോട് പുലർത്തുന്നതാണ് മുസ്ലിം ലീഗ് ചെയ്തത്. അതിന്റെ അടുത്ത ആവർത്തനമാണ് വരാൻ പോണത്. ED വരാൻ പോവാണ്. ലീഗ് നേതാക്കന്മാരെ വീണ്ടും തങ്ങളുടെ ചൊൽപ്പിടിയിലാക്കാൻ RSSന് സാധിക്കുന്ന വിധമുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികമായ വിഷയം കൂടിയാണ് ശ്രീ കെ അനിൽകുമാർ. കാരണം നിങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദുരന്തബാധിതരുടെ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിൽ പിരിക്കുന്ന പണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു. കോൺഗ്രസിൻ്റെ കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം, ഒപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇങ്ങനെ വ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന ദുരന്തബാധിതരോട് ഇനി ഈ പൊതുജനങ്ങളുടെ ഇടയിൽ അരാഷ്ട്രീയത വളരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നോക്കൂ, DYFI 25 വീടുകൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവർ പിരിച്ചെത്തിയപ്പോൾ അത് ബിരിയാണി ചലഞ്ചിലൂടെ, ആക്രി ചലഞ്ചിലൂടെ ഒക്കെ അവർ പിരിച്ചെത്തിയപ്പോൾ അത് 100 വീടുകൾ കൊടുക്കുന്നതിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ മറുവശത്ത് ഇത്തരത്തിൽ ഒരു ചരിവ് കാണുന്നു. ഇത് ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ പോലും അരാഷ്ട്രീയത വളർത്തുന്നതിലേക്ക്, നാളെ ഒരു ദുരന്തബാധിത പ്രശ്നവുമായി പൊതുജനത്തെ സമീപിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇതൊക്കെ ഓടിയെത്തുകയില്ല. ഇത് വല്ലാത്തൊരു അധാർമികതയുടെ സന്ദേശമല്ലേ നൽകുന്നത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചാൽ? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ തട്ടിപ്പാണെന്നുള്ള പ്രചരണം എന്തിനാണ് UDF നടത്തിയത്? അവരോടൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങൾ സർക്കാരിന് പണം കൊടുക്കാതെ ആ ജീവകാരുണ്യ പ്രവർത്തനം തങ്ങളിലൂടെ നിർവഹിക്കണം, ആ പണം തങ്ങളുടെ അക്കൗണ്ടിൽ വരണം എന്നതിന് വേണ്ടിയാണ്.
യഥാർത്ഥത്തിൽ രാജ്യത്തെ ഏറ്റവും സുതാര്യമായ സംവിധാനമല്ലേ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതെ അതെ അതെ. എന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ തട്ടിപ്പെല്ലാം നടത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാനും നിങ്ങളും കൊടുത്താൽ 734 കോടി രൂപ എന്തു ചെയ്തു? ഞാനും നിങ്ങളും, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനിലുണ്ടോ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമല്ല, കോൺഗ്രസിന്റെ ലീഗിന്റെയും അനുഭാവികൾ അവരുടെയൊക്കെ പണം നിർബന്ധമായി ലീഗിന്റെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വാങ്ങിച്ചെടുത്തിട്ട് ആ പണം സ്വകാര്യമായി ദുരുപയോഗം ചെയ്തു. മുസ്ലിം ലീഗ് അത് പാർട്ടി എന്ന നിലയ്ക്ക് തീരുമാനമെടുത്ത് കുറച്ചുകൂടി കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യം എന്താണ്? അത് അതിനേക്കാൾ തമാശയാണ്. ഇവരാർക്കാണ് വീട് കൊടുക്കാൻ പോകുന്നത്? വയനാടുമായി ബന്ധപ്പെട്ട് വീട് വേണ്ടവരെല്ലാം സർക്കാരിന് അപേക്ഷ കൊടുത്തു. ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്കെല്ലാം 15 ലക്ഷം രൂപ സർക്കാർ നൽകി കഴിഞ്ഞു. ഇനി ആർക്കാ ഒരു വീട് കൊടുക്കാൻ പോണത്? വയനാടുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരുടെ വീടിന്റെ കഴിഞ്ഞാൽ ഇനി ആർക്കാണ് അവർ വീട് കൊടുക്കാൻ പോണത്? സർക്കാർ എല്ലാ ഗുണഭോക്താക്കളും കണ്ടവരുടെ വീട് കൊടുക്കാൻ വേണ്ടി എസ്റ്റേറ്റ് എടുത്ത് സ്ഥലം കണ്ടെത്തി കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. 450 വീട് മതി. അതിലേതാണ്ട് 110-120 പേരുടെ വീടിന് 15 ലക്ഷം രൂപ കൊടുത്തു. ഞങ്ങൾക്ക് വീട് വേണ്ടെന്ന് എഴുതി കൊടുത്താൽ പിന്നെ അവർക്ക് വീട് കൊടുക്കാൻ പോകണോ? അപ്പൊ ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ വളരെ വളരെ ദുരൂഹമായ ഇടപാടാണ് ലീഗും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ പച്ചയ്ക്ക് പറ്റിക്കുന്ന, പ്രതിപക്ഷത്തിരുന്നാൽ 9 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഈ തട്ടിപ്പ് നടത്താൻ കഴിയുമെങ്കിൽ ഇവര് കേരളത്തിന്റെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ഈ തട്ടിപ്പിനെ 100 ഇരട്ടിയാക്കി മാറ്റാനല്ലേ? ഒരിക്കലും കേരളത്തിന് പൊറുക്കാനാവാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമായി UDF മാറിയിരിക്കുന്നു.